മാസം പുനർജനി 4.0 എന്ന പരിപാടിയുടെ അവസാനം ഞാൻ പറഞ്ഞിരുന്നു. 2026 മെയ് മാസം 107 ആളുകൾ മഹത്തായിട്ടുള്ള സനാതന കുടുംബത്തിന്റെ ഭാഗമായിരിക്കും. ഞങ്ങൾ അതിനുവേണ്ട സഹായം അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു എന്ന് പറഞ്ഞു. 2 ദിവസം മുമ്പ് എന്നെ കേരള ആദിവാസി സംരക്ഷണ സമിതിയുടെ വോളണ്ടിയേഴ്സ് വിളിച്ചിട്ട് പറഞ്ഞത്, ചേട്ടാ 100 പേരല്ല, നമ്മളുടെ സംഖ്യ 200 ആണ്. ായിട്ടുള്ള ശബരിമല ധർമ്മശാസ്താവിന്റെ മക്കളാണ്. പുഴകളിലും പൂക്കളിലും മലകളിലും പിണ്ടാപ്രാണികളിലും പരമമായിട്ടുള്ള ചൈതന്യത്തെ ദർശിക്കുന്ന ഹിന്ദുമത വിശ്വാസികളാണ് നമ്മളെല്ലാവരും. ചില ആളുകളെ പോലെ വസ്ത്രത്തില്, നിറത്തില്, മണത്തില്, മുടിയില്, താടിയില് മതം കാണുന്ന സ്വഭാവം ഈ മതത്തിനില്ല. ഒരു മനുഷ്യനെയും പാപിയെന്നോ പാപി അല്ലാത്തവരെന്നോ വേർതിരിക്കുന്ന സമ്പ്രദായം ഈ മതത്തിന്റെ ഭാഗമല്ല. എല്ലാവരും ഒരു അമ്മയുടെ മക്കളാണ്. നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള മഹത്തായിട്ടുള്ള ആശയത്തെ മുറുകെ പിടിക്കുന്ന ധർമ്മമാണ് സനാതന ഹിന്ദു ധർമ്മം. ആ ഒരു ആശയത്തിൽ നമ്മൾ ഇതിവിടുന്ന് പിരിയുമ്പോൾ ഒരുമിച്ച് ഒരു ചോറ് ഒരേ മനസ്സോടെ ഒരേ രീതിയിൽ നിന്ന് ഭക്ഷിച്ചിട്ടാണ് നമ്മൾ ഇന്ന് യാത്രയാവുന്നത്. അത് നമ്മുടെ കുടുംബത്തിന്റെ ഒരു സ്നേഹമാണ്. നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഇവിടെ പാചകം ഉണ്ടാക്കിയ ഭക്ഷണം കഴിച്ച് ഈ അമ്മയുടെ മക്കളാണ്, ഈ കുടുംബത്തിന്റെ ഭാഗമാണ് എന്നുള്ള ചിന്തയിൽ വേണം നമ്മൾ പിരിയാൻ. നമ്മൾ ഇനി കാണാനുള്ളവരാണ്. നിങ്ങളുടെ ഊരുകളിൽ ഞാൻ യാത്ര ചെയ്യാറുള്ളതാണ്. ഞങ്ങളുടെ കൂട്ടായ്മ ഓരോ വർഷവും ആ ഊരുകളിൽ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ഞങ്ങളാൽ കഴിയുന്നത് പോലെ ഞങ്ങൾ ചെയ്തു തരാറുണ്ട്. ഇനിയും മുന്നോട്ട് എങ്ങനെയാണോ ഒരു ഇളം തലമുറ തങ്ങളുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നത്, അതേ മനസ്സോടെ നിങ്ങളുടെ ഊരുകളിലെത്തി നിങ്ങൾക്ക് വേണ്ട സേവനങ്ങളും നിങ്ങൾക്ക് വേണ്ട സഹായങ്ങൾ ചെയ്ത് തരാൻ കഴിയും എന്നുള്ള വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ഞങ്ങളെ വിശ്വസിച്ച് ഇവിടെ എത്തിയ, ഞങ്ങളുടെ കൂടെ ഇത്രയും സമയം ചിലവഴിച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹിന്ദു സേവാ കേന്ദ്രത്തിന്റെയും കേരള ആദിവാസി സംരക്ഷണ സമിതിയുടെയും പേരിൽ നന്ദി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി സ്വാമി നാമത്തിൽ എല്ലാവരോടും സ്നേഹം അറിയിക്കുന്നു. സ്വാമി ശരണം. സ്വാമിയെ ശരണയ്യപ്പ.